ഹായ്. ഏത് ഭാഷയിലായാലും നമുക്ക് ഒരു ഐഡിയ, ഒരു ആശയം കൺവേ ചെയ്യുന്നതിന്, വേറൊരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് നമുക്ക് പലതരത്തിലുള്ള രീതികളുണ്ട്. വളരെ സിമ്പിളായിട്ട് കൊച്ചു കൊച്ചു വാക്കുകളൊക്കെ ഉപയോഗിച്ച് നമുക്ക് സംസാരിക്കാം. അതല്ലെങ്കിൽ വളരെ സ്മാർട്ട് വേയിൽ, വളരെ സ്റ്റൈലിഷായിട്ട് വലിയ വലിയ വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് അങ്ങനെയും സംസാരിക്കാം. തുടക്കക്കാരായ ആളുകൾ എപ്പോഴും വളരെ ചെറിയ സെൻറ്റൻസൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെയാണ് സംസാരിച്ച് തുടങ്ങേണ്ടത്. പക്ഷേ എപ്പോഴും അങ്ങനെ സംസാരിച്ച് പിന്നീട് ലാംഗ്വേജിനൊരു ഗ്രോത്ത് വേണം എന്ന് എല്ലാവരും ആഗ്രഹിക്കില്ലേ? അപ്പോൾ കുറേയും കൂടി സ്റ്റൈലിഷായിട്ടൊക്കെ സംസാരിക്കണമെന്ന് തോന്നുമ്പോൾ ഉപയോഗിക്കാം വേറെ തരത്തിലുള്ള ഒരു വേ. പല തരത്തിൽ സംസാരിക്കുമ്പോഴാണ് നമ്മുടെ ലാംഗ്വേജിന് ഗ്രോത്ത് ഉണ്ടാവുന്നതും. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് സാധാരണ നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്ന ചില സെൻറ്റൻസസ്. അത് വളരെ സിമ്പിളായിട്ട് എങ്ങനെ സംസാരിക്കാം, അതല്ലെങ്കിൽ കുറച്ചും കൂടി സ്റ്റൈലിഷ് ആയിട്ട് എങ്ങനെ സംസാരിക്കാം എന്നാണ്. അപ്പോൾ ലെസണിലേക്ക് കടക്കാം. ഫസ്റ്റ് വൺ, ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ. മിസ്അണ്ടർസ്റ്റാൻഡ് എന്ന് പറയുന്നത് തെറ്റിദ്ധരിക്കുക. ഞാൻ പറയുന്ന കാര്യം തെറ്റായിട്ട് എടുക്കല്ലേ എന്നാണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ. ഡോണ്ട് ഗെറ്റ് മീ റോങ്. ഡോണ്ട് ഗെറ്റ് മീ റോങ്. ഡോണ്ട് ടേക്ക് ദിസ് ദ റോങ് വേ. ഇത് തെറ്റായിട്ട് എടുക്കല്ലേ. ഡോണ്ട് ടേക്ക് ദിസ് ദ റോങ് വേ. ഇറ്റ്സ് എ ജോക്ക്. അത് ഒരു തമാശയാണ്. ഞാൻ വെറുതെ തമാശ പറഞ്ഞതാണ് എന്ന് പറയില്ലേ നമ്മൾ? ഇറ്റ്സ് എ ജോക്ക്. ഐ എം ജോക്കിംഗ്. ഐ എം ജസ്റ്റ് കിഡിങ്. ഐ എം ജസ്റ്റ് കിഡിങ്. ഞാൻ തമാശ പറയുന്നതാണ്. ഐ ഡിഡ്ന്റ് സ്ലീപ്പ് ലാസ്റ്റ് നൈറ്റ്. സ്ലീപ്പ് ഉറങ്ങുക. ലാസ്റ്റ് നൈറ്റ് കഴിഞ്ഞ രാത്രിയിൽ ഞാൻ ഉറങ്ങിയില്ല. വളരെ സിമ്പിൾ വേയിൽ നമുക്കങ്ങനെ പറയാം. ഐ ഹാഡ് എ ഡിസ്റ്റർബ്ഡ് സ്ലീപ്പ് ലാസ്റ്റ് നൈറ്റ്. ഡിസ്റ്റർബ്ഡ് മീൻസ് അസ്വസ്ഥമായ, എനിക്ക് രാത്രി അസ്വസ്ഥമായ ഒരു ഉറക്കം ആയിരുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. ഐ ഹാഡ് എ ഡിസ്റ്റർബ്ഡ് സ്ലീപ്പ് ലാസ്റ്റ് നൈറ്റ്. മൈ മൈൻഡ് വാസ് വർക്ക്ഡ് അപ്പ്. ഐ വാസ് സ്ലീപ്ലെസ്. ഐ ഡിഡ്ന്റ് ഹാവ് എ വിങ്ക് ഓഫ് സ്ലീപ്പ്. വിങ്ക് മീൻസ് നമുക്കറിയാലോ, കണ്ണിങ്ങനെ അടയ്ക്കുക, അതിനാണ് വിങ്ക് എന്ന് പറയുന്നത്. ഐ ഡിഡ്ന്റ് ഹാവ് എ വിങ്ക് ഓഫ് സ്ലീപ്പ്. I stayed awake last night. Stayed awake. Awake means ഉണർന്നിരിക്കുക. I stayed awake last night. I had a bad dream. എനിക്കൊരു ചീത്ത, ഒരു ബാഡ് സ്വപ്നം ഞാൻ കണ്ടു. I had a bad dream. I had a nightmare. Nightmare എന്ന് പറയുന്നതും പേടി സ്വപ്നം. Next one, we have a problem now. We have a problem now. ഇപ്പോൾ നമുക്കൊരു പ്രശ്നം ഉണ്ട്. ഞാനൊരു പ്രശ്നത്തിൽപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ആകൊരു പ്രശ്നമുണ്ട് എന്നൊക്കെ പറയില്ലേ? ഐ ആം ഇൻ എ സൂപ്പ്. ഐ ആം ഇൻ എ സൂപ്പ്. വി ആർ ഇൻ ട്രബിൾ. ട്രബിൾ അതും വല്ലാത്തൊരു പ്രശ്നം, കുഴപ്പം എന്നൊക്കെയുള്ള മീനിങ്. വി ആർ ഇൻ എ ബാഡ് സിറ്റുവേഷൻ. വി ആർ ഇൻ എ വെരി ബാഡ് സിറ്റുവേഷൻ. നമ്മളൊരു വല്ലാത്തൊരു സിറ്റുവേഷനിലാണ്, വല്ലാത്തൊരു അവസ്ഥയിലാണ്. സിറ്റുവേഷൻ, അവസ്ഥ. നെക്സ്റ്റ് വൺ, ഹിസ് പാരൻസ് ടുക്ക് ഗുഡ് കെയർ ഓഫ് ഹിം. അവൻ്റെ പേരൻസ് അവനെ നന്നായി നോക്കിയിട്ടുണ്ട്, നന്നായി നോക്കി വളർത്തിയിട്ടുണ്ട് എന്ന് പറയില്ലേ? ടുക്ക് കെയർ. ടേക്ക് കെയർ എന്ന് പറയുന്നത് നന്നായിട്ട് കെയർ ചെയ്തിട്ട് വളർത്തുന്നതിനെയാണ്. നന്നായിട്ട് കെയർ ചെയ്ത് വളർത്തിയിട്ടുണ്ട് എന്നാണ് അവിടെ മീനിങ്. ഹിസ് പാരൻസ് ടുക്ക് ഗുഡ് കെയർ ഓഫ് ഹിം. അത് വേറൊരു രീതിയിലാണെങ്കിൽ ഹി ഹാഡ് എ ഗുഡ് അപ്ബ്രിങ്ങിങ്. അപ്ബ്രിങ്ങിങ് എന്ന് പറയുന്നത് വളർത്തൽ എന്നാണ്. ഹി ഹാഡ് എ ഗുഡ് അപ്ബ്രിങ്ങിങ്. വേറൊരു തരത്തിൽ ഹി വാസ് ബ്രോട്ട് അപ്പ് വെൽ. ഹി വാസ് ബ്രോട്ട് അപ്പ് വെൽ. നന്നായിട്ട് തന്നെയാണ് അവന് വളർന്നു വന്നിട്ടുള്ളത്, അവനെ വളർത്തിയിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, യുവർ ഫോൺ ഈസ് റിങ്ങിങ്. പിക്ക് ഇറ്റ് അപ്പ് ആൻഡ് സ്പീക്ക്. ഫോൺ റിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിക്ക് ഇറ്റ് അപ്പ്, എടുക്കൂ എന്ന്. അതെടുക്കുക, സംസാരിക്കൂ എന്ന്. പിക്ക് ഇറ്റ് അപ്പ് ആൻഡ് സ്പീക്ക്. യുവർ ഫോൺ ഈസ് റിങ്ങിങ്. പിക്ക് ഇറ്റ് അപ്പ് ആൻഡ് സ്പീക്ക്. വേറൊരു തരത്തിൽ പറഞ്ഞാൽ ആൻസർ ദ ഫോൺ. ഫോൺ ആൻസർ ചെയ്യൂ മീൻസ് ഫോൺ വിളിക്കുന്ന ആൾക്ക് ആൻസർ കൊടുക്കൂ എന്ന്. ആൻസർ ദ ഫോൺ. ലെറ്റ്സ് കം ടു ദ മാറ്റർ. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം എന്ന് പറയില്ല. ലെറ്റ്സ് കം ടു ദ മാറ്റർ. അത് കുറച്ചുകൂടി ഒരു ചേഞ്ച് വരുത്തി നമുക്ക് കുറച്ചും കൂടി ഒരു സ്മാർട്ട് വേയിലാണെങ്കിൽ ലെറ്റ്സ് ഗെറ്റ് ഡൗൺ ടു ദ ബിസിനസ്. ലെറ്റ്സ് ഗെറ്റ് ഡൗൺ ടു ദ ബിസിനസ്. ഒരുപാട് വായിച്ചിട്ടുള്ള ആളുകൾ, ഒരുപാട് ബുക്സൊക്കെ വായിച്ച് വളരെയധികം വായിക്കുന്ന ഒരാളാണ്, വായിച്ചിട്ടുള്ള ഒരാളാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹി ഹാസ് റെഡ് എ ലോട്ട് ഓഫ് ബുക്സ്. അവൻ ഒരുപാട് ബുക്കുകൾ വായിച്ചിട്ടുണ്ട് എന്ന് പറയാം. അതല്ലെങ്കിൽ ഹീസ് വെൽ റെഡ്. വെൽ റെഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വായനാശീലമുള്ളതും വായിച്ചിട്ടുള്ളതും കുറേ ബുക്കുകൾ വായിച്ചിട്ടുള്ള ഒരാളാണ്. ഹീസ് വെൽ റെഡ്. നെക്സ്റ്റ് വൺ, ഐ നോ ഹിം വെൽ. ഹീസ് മൈ ക്ലോസ് ഫ്രണ്ട്. എനിക്ക് വളരെ നന്നായിട്ട് അവനെ അറിയാം. അവൻ എൻ്റെ വെരി ക്ലോസ് ഫ്രണ്ടാണ്, വളരെ അടുത്ത ഫ്രണ്ടാണ്. അതിന് പകരം ഹീസ് മൈ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്.
ഇൻറ്റിമേറ്റ്, അതും വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ടിന് നമ്മൾ പറയുന്നതാണ്. ഹീസ് മൈ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്. അതും അല്ലെങ്കിൽ ഹീസ് മൈ ബോസം ഫ്രണ്ട്. ബോസം എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ വളരെ ക്ലോസ് ആയിട്ടുള്ളത്, വളരെ ഇൻറ്റിമേറ്റ് ആയിട്ട് നമ്മുടെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഫ്രണ്ട്. ഹീസ് മൈ ബോസം ഫ്രണ്ട്. ഹീസ് മൈ ബെസ്റ്റ് പാൽ. പാൽ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് തന്നെയാണ്. ഹീസ് മൈ ബെസ്റ്റ് പാൽ. വി ആർ ബഡീസ്. ബഡി മീൻസ് കൂട്ടുകാരൻ. വി ആർ ബഡീസ്. ഐ നോ ഹിം ഇൻസൈഡ് ഔട്ട്. ഇൻസൈഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ അകവും പുറവും ഒക്കെ അറിയാം, അതായത് അത്രയും ക്ലോസ് ആണ്, എല്ലാ കാര്യങ്ങളും അവൻ്റെ അറിയാം. ഐ നോ ഹിം ഇൻസൈഡ് ഔട്ട്. നെക്സ്റ്റ് വൺ, വൈ ഡിഡ് യു ടെൽ മീ ഇമ്മീഡിയറ്റ്ലി. ഇമ്മീഡിയറ്റ്ലി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്. എന്തുകൊണ്ട് നീ എന്നോട് പെട്ടെന്ന് തന്നെ പറഞ്ഞില്ല? വൈ ഡിഡ് യു ടെൽ മീ റൈറ്റ് അവേ. റൈറ്റ് അവേ എന്ന് പറഞ്ഞാൽ നേരിട്ട്, അതല്ലെങ്കിൽ പെട്ടെന്ന്. വൈ ഡിഡൻറ്റ് യു ടെൽ മീ റൈറ്റ് അവേ. എന്തുകൊണ്ട് എന്നോട് പെട്ടെന്ന് തന്നെ പറഞ്ഞില്ല? വാച്ച് ഹിം കെയർഫുള്ളി. വാച്ച് ചെയ്യുക മീൻസ് നിരീക്ഷിക്കുക, അവനെ വളരെ കെയർഫുള്ളായിട്ട് നോക്കിക്കോളൂ എന്ന് പറയില്ലേ. കീപ്പ് ആൻ ഐ ഓൺ ഹിം. കീപ്പ് ആൻ ഐ. കീപ്പ് ആൻ ഐ ഓൺ ഹിം. ഐ വോണ്ട് സ്റ്റോപ്പ് യു. നിന്നെ ഞാൻ തടുക്കില്ല. സ്റ്റോപ്പ് മീൻസ് നിർത്തുക. അതുപോലെ ഐ വോണ്ട് സ്റ്റോപ്പ് യു മീൻസ് ഞാൻ നിങ്ങളെ തടുക്കില്ല. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വഴി നിങ്ങൾ ചെയ്തോളൂ, ഞാൻ നിങ്ങളെ തടുക്കില്ല. ഐ വോണ്ട് സ്റ്റാൻഡ് ഇൻ യുവർ വേ. അങ്ങനെ പറഞ്ഞാലും ഐ വോണ്ട് സ്റ്റോപ്പ് യു എന്ന മീനിങ് തന്നെയാണ്. ഐ വോണ്ട് സ്റ്റാൻഡ് ഇൻ യുവർ വേ. ഐ വോണ്ട് ബി ആൻ ഒബ്സ്റ്റക്കിൾ. ഒബ്സ്റ്റക്കിൾ എന്ന് പറയുന്നത് തടസ്സം. ഞാൻ നിങ്ങൾക്ക് തടസ്സം നിൽക്കില്ല, ഞാൻ നിങ്ങൾക്ക് തടസ്സമാവില്ല. ഐ വോണ്ട് ബി ആൻ ഒബ്സ്റ്റക്കിൾ. ഇറ്റ്സ് എ റെയർ ഓപ്പർച്യൂണിറ്റി. റെയർ മീൻസ് അപൂർവമായി കിട്ടുന്ന ഒരു ചാൻസാണ്. ഓപ്പർച്യൂണിറ്റി മീൻസ് അവസരം. ഇറ്റ്സ് എ റെയർ ഓപ്പർച്യൂണിറ്റി. വല്ലപ്പോഴുമൊക്കെ കിട്ടുന്ന ഒരവസരമാണ്. ഇറ്റ്സ് എ റെയർ ഓപ്പർച്യൂണിറ്റി. ഇറ്റ്സ് വൺസ് ഇൻ എ ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റി. വൺസ് ഇൻ എ ലൈഫ് ടൈം എന്ന് പറയുന്നത് ജീവിതകാലത്തിൽ ഒരിക്കലൊക്കെ കിട്ടുന്ന ഒരു ചാൻസാണത് എന്ന് പറയില്ലേ നമ്മൾ. ഇറ്റ്സ് വൺസ് ഇൻ എ ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റി. യു ഹാവ് ടു സേവ് ഫോർ യുവർ ഫ്യൂച്ചർ. നിങ്ങൾ ഫ്യൂച്ചറിന് വേണ്ടി, ഭാവിയിലേക്ക് വേണ്ടി സേവ് ചെയ്യണം. സെറ്റ് അസൈഡ് സം മണി ഫോർ ദ റെയിനി ഡേ. സെറ്റ് അസൈഡ് മീൻസ് മാറ്റിവെക്കുക. സെറ്റ് അസൈഡ് സം മണി ഫോർ ദ റെയിനി ഡേ. കുറച്ച് മണി മാറ്റിവെക്കൂ. ഫോർ ദ റെയിനി ഡേ. റെയിനി ഡേ മീൻസ് മഴക്കാലം. പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ടൈമിന് വേണ്ടി, വളരെ ബുദ്ധിമുട്ട് വരുന്ന ഒരു സമയത്തേക്ക് വേണ്ടി നമ്മൾ കുറച്ച് പൈസ മാറ്റിവെക്കണം എന്നാണ്. സെറ്റ് അസൈഡ് സം മണി ഫോർ ദ റെയിനി ഡേ. ബി കെയർഫുൾ വിത്ത് യുവർ മണി. ഡോണ്ട് ലൂസ് ഇറ്റ്. പൈസയുടെ കാര്യത്തിൽ കുറച്ച് കെയർഫുൾ ആവണം, അത് നഷ്ടപ്പെടുത്തരുത്. ഡോണ്ട് ലൂസ് ഇറ്റ്. മൈൻഡ് യുവർ മണി, പ്ലേ ഇറ്റ് സേഫ്. മൈൻഡ് യുവർ മണി, പ്ലേ ഇറ്റ് സേഫ്. മണി സൂക്ഷിക്കുക, പൈസ സൂക്ഷിക്കുക. പ്ലേ ഇറ്റ് സേഫ്. പ്ലേ ഇറ്റ് സേഫ് എന്ന് പറയുന്ന ഒരു ഇഡിയോമാറ്റിക് എക്സ്പ്രഷനാണ്. അതിൻ്റെ മീനിങ് അവോയ്ഡ് റിസ്ക് ഒഴിവാക്കുക, സേഫായിട്ട് ഉപയോഗിക്കുക. മൈ ഫ്രണ്ട് സപ്പോർട്ട്സ് മീ ബോത്ത് ഇൻ ഗുഡ് ആൻഡ് ബാഡ് ടൈംസ്. എൻ്റെ ഫ്രണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട്, നല്ല സമയത്തും ചീത്ത സമയത്തും. മൈ ഫ്രണ്ട് സപ്പോർട്ട്സ് മീ ബോത്ത് ഇൻ ഗുഡ് ആൻഡ് ബാഡ് ടൈംസ്. മൈ ഫ്രണ്ട് സ്റ്റാൻഡ്സ് ബൈ മീ ത്രൂ തിക്ക് ആൻഡ് തിൻ. തിക്ക് ആൻഡ് തിൻ എന്നത് ഒരു ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ തന്നെയാണ്. എപ്പോഴും ഏത് സമയത്തും കൂടെ നിൽക്കുന്ന ഒരാളാണ് എൻ്റെ ഫ്രണ്ട്. എല്ലാ കാര്യത്തിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അത് നല്ല സമയമായാലും ചീത്ത സമയമായാലും. അതാണ് മീനിങ്. മൈ ഫ്രണ്ട് സ്റ്റാൻഡ്സ് ബൈ മീ ത്രൂ തിക്ക് ആൻഡ് തിൻ. അപ്പോൾ ഇന്നത്തെ ലെസൺ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു.